ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റവ ദോശയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ദോശയാണിത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അരി വെള്ളത്തിലിടുകയോ അല്ലെങ്കിൽ അരയ്ക്കോ അങ്ങനത്തെ പണികളൊന്നുമില്ല. റവ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി ഇതുണ്ടാക്കാൻ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ റവയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, കാരണം വെറൈറ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറക്കാത്ത റവ വേണം. അപ്പോൾ നമ്മൾ റോസ്റ്റഡ് റവ വാങ്ങിക്കാൻ കിട്ടും, അതല്ലാത്ത സാധാ റവ മതി. 1/2 കപ്പ് റവയിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നമ്മൾ സാധാ പത്തിരിപ്പൊടിയാണ്, പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടി. അതിലേക്ക് 1/4 കപ്പ് മൈദ. മറ്റ് പൊടികൾ രണ്ടും റവയും അരിപ്പൊടിയും നമ്മൾ 1/2 കപ്പ് വീതമാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈര് വേണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില എല്ലാം 1 ടേബിൾ സ്പൂൺ വീതം മതി. എരിവൊക്കെ കൂടുതൽ വേണം, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം. ടേബിൾ സ്പൂൺ നോക്കുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇടാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഇപ്പോൾ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ 1 നുള്ളു കായത്തിൻ്റെ പൊടി ഇടണം. ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. 1 നുള്ളു ഇട്ടാൽ മതി, ഒരുപാട് ഇടണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇനി നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് വെള്ളം ഒഴിക്കരുത്, കാരണം മൈദയൊക്കെ മുകളിലാണല്ലോ ഉള്ളത്. അപ്പോൾ മൈദയിലേക്ക് മാത്രമായിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അതൊരു നമുക്ക് മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ, ഒരുമിച്ച് ഒഴിക്കരുത്. ഞാനിപ്പോൾ 1/2 കപ്പ് ഒഴിച്ചു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്തു. തുടക്കത്തിൽ നമുക്ക് മാവ് നല്ല തിക്കായിട്ട് ലൂസായിട്ട് നിൽക്കണ പോലെ തോന്നും, പക്ഷേ അത് കുറച്ച് സമയം കഴിയും തോറും തിക്കാവും. കാരണം ഈ റവയിലേക്ക് റവ വെള്ളം ഒരുപാട് കുടിക്കും, അപ്പോൾ ഒന്നുകൂടി തിക്കായി പോവും. ഇതൊരു 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ദോശ ഉണ്ടാക്കാൻ. 1 മണിക്കൂറൊക്കെ വെക്കുകയാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ നമുക്ക് രാവിലെയൊക്കെ ചിലപ്പോൾ സമയമില്ലെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റെങ്കിലും വെക്കണം. അപ്പം നമ്മളിതിങ്ങനെ മാവ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ദോശ ചുട്ടാൽ മതി. ദോശ ചൂടാൻ സമയത്ത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ചെറിയ ജീരകമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി, നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ദോശ ചുട്ടെടുക്കുകയാണ്. നല്ല തവ നന്നായിട്ട് ചൂടാവണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒഴിക്കാൻ. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിം ആക്കി വെക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒഴിക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ദോശ നമ്മൾ വിചാരിച്ച പോലെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. ഓരോ തവണയും ഇതിപ്പോൾ ഈസി ആയിട്ട് കിട്ടും. ഓരോ തവണയും നമുക്ക് മാവ് ഒഴിക്കേണ്ട മുമ്പായിട്ട് മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം റവ ദോശ ആവാൻ ഇത്തിരി ടൈം എടുക്കും. ആ സമയം കൊണ്ട് റവയൊക്കെ മാവിൻ്റെ താഴേക്ക് പോയി കിടക്കുന്നുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിക്കാൻ. ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്ന സ്റ്റവ് ഞാൻ രണ്ടാമത് ദോശ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി. അങ്ങനെ കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കണം. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടൻ ലോ ഫ്ലെയിം ആക്കുക. എന്നിട്ട് പിന്നെ അടുത്തത് ഒഴിക്കുമ്പോൾ വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ ആക്കണം. നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ദോശകൾ അധികം അങ്ങനെ മടക്കിയിട്ടാണ് എടുത്തത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ശരിക്കും കറിയൊന്നും വേണ്ടാതെ തന്നെ കഴിക്കാവുന്നൊരു ദോശയാണ്. ഞാൻ ഇടയ്ക്ക് ചിലതിനൊക്കെ കുറച്ച് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. ചിലർക്കൊക്കെ എണ്ണ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ. കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കിയത്. കറി ഇല്ലെങ്കിലും, കാരണം നമ്മൾ ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇതിൽ തന്നെ ചേർത്തിട്ടുള്ളത് കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഈ എടുത്ത അളവിലാകുമ്പോൾ ഏകദേശം 10 ദോശയാണ് ഉണ്ടാവുക. 2-3 ആൾക്കാരുള്ളൊരു വീടാണെങ്കിൽ ഈ പറഞ്ഞ അളവിൽ തന്നെ എടുത്താൽ മതിയാവും.
ഞാൻ എല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചൂടാറിക്കഴിഞ്ഞാൽ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയത്. അത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക്